റിനി ആൻ ജോർജ് എന്ന യുവനടി ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തൽ, അവർ ഉയർത്തിയ ചോദ്യം ഇന്ന് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുന്നതാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 9 പരാതികൾ AICCക്ക് കിട്ടിയെന്ന വാർത്ത പിന്നാലെ വന്നു. ആ കൂട്ടത്തിൽ മുൻ MP-യുടെ മകളുടെ പരാതി. ഒടുവിൽ ഗർഭഛിദ്രം ചെയ്യാൻ രാഹുൽ ഒരു യുവതിയെ നിർബന്ധിക്കുന്ന ഓഡിയോയും ചാറ്റും പുറത്തേക്ക്. രാഹുലിന് മുന്നിൽ സംരക്ഷണത്തിന്റെ ഗ്രൂപ്പ് കോട്ടകളെല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പകൽ കണ്ടത്. രാഹുലിന്റെ രാജി AICC നേതൃത്വം ചോദിച്ചു വാങ്ങി. പക്ഷേ അപ്പോഴും ഹൂ കെയേഴ്സ് എന്ന മനോഭാവത്തോടെയാണ് രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. രാഹുലിന്റെ ആ പ്രതികരണം കണ്ടുവരാം. നിങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവരെൻ്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും അത് കണ്ട ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ പേരാരെങ്കിലും ഗൗരവതരമായി ഒരു പരാതിയായി പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം, ഇപ്പോഴും എൻ്റെ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ? ഇനി പരാതി ആർക്കും കൊടുക്കാം. അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. പക്ഷേ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതിയുണ്ടോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പരാതി കൊടുക്കാം. ഈ രാജ്യത്ത് കോടതിയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. ആ നീതിന്യായ സംവിധാനങ്ങളിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യാം. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന തരത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശം അത് ശരി അങ്ങനെ ചോദിക്കുന്നത് ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം. അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? താങ്കളുടെ ശബ്ദമുള്ള ഓഡിയോ നിങ്ങൾ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണത്. ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ. ഹോട്ട് ആൻഡ് ടോക്ക് ചോദിക്കുന്നു ഇപ്പോഴും ഹൂ കെയേഴ്സ്. നമുക്കൊപ്പം രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട്. ഒപ്പം CPIM അടൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S മനോജും. ആദ്യം രാഹുൽ ഈശ്വറിലേക്ക്. രാഹുൽ, തനിക്കെതിരെ പരാതികളൊന്നും ഇല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ തനിക്കെതിരായ തെളിവുകളായി വന്നിട്ടുള്ള കാര്യങ്ങളോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാം ഈ പുതിയ കാലത്തെ പഴിചാരുകയാണ്. പുതിയ കാലത്ത് ഇതെന്തും ആകാം എന്നാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതാണോ ഈ രീതി? 3 പോയിന്റുകൾ ഇടയ്ക്ക് കട്ട് ചെയ്യരുത്, അധികം സമയം എടുക്കില്ല. ഒന്നാമത്തേത്, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഗർഭമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഓഡിയോയിൽ നിന്ന് എങ്ങനെയാണ് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളെല്ലാം തന്നെ കേൾപ്പിക്കുന്ന ഓഡിയോയിൽ അങ്ങനെയുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതും ആനയും ആടും പോലെയല്ലേ, ആകാശവും ഭൂമിയും പോലെയല്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് എന്നുള്ളതാണ് സത്യം. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത് 3 വർഷം മുമ്പ്. എന്ത് അശ്ലീല മെസ്സേജാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഏതെങ്കിലും ഒരു മെസ്സേജിൽ അതായത് പഞ്ചാര അടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനപ്പുറം എന്ത് അശ്ലീലമാണുള്ളത്? അതിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ? ഇപ്പോൾ ഒരാൾ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു, അയാളുടെ ലോക്കൽ സ്റ്റാൻഡ് എന്താണ്? അഥവാ വേറൊരു പെൺകുട്ടിക്ക് അങ്ങനെ മോശം മെസ്സേജ് ഇട്ട് ഇയാളാണോ പരാതി കൊടുക്കേണ്ടത്? ഇയാൾ നാട്ടിലെ എല്ലാ പെൺകുട്ടികളുടെ സദാചാര ആംഗളയാണ്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സദാചാര പോലീസ് കളിക്കുകയല്ലേ നമ്മുടെ മീഡിയക്കാർ ചെയ്യുന്നത്? സദാചാര ഗുണ്ടായിസം നടത്തുകയല്ലേ നമ്മുടെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്? ഒരു കാര്യം ഇനി പോളിസിയായിട്ട് പറയാം, സീരിയസ് ആയ പോളിസിയായിട്ട് പറയാം. പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചാൽ തെളിവ് ചോദിക്കുന്നത് സ്ത്രീവിരുദ്ധമല്ല. അതാണ് പോളിസി പൊസിഷൻ. ഒരു പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിച്ചാൽ തെളിവ് ചോദിക്കുന്നത് സ്ത്രീവിരുദ്ധമല്ല. സ്ത്രീയോ പുരുഷനോ അല്ല, സത്യമാണ് പ്രധാനം, തെളിവാണ് പ്രധാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഒരു തെളിവ് പോലും പൊതുസമക്ഷം വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ 18 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. ആ യുവതി എന്ന് പറഞ്ഞ ആൾക്കാർ കേൾപ്പിക്കുന്ന ഓടിയും 18 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയുടെയാണ്. ഇവർക്ക് തമ്മിൽ പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധം ഉണ്ടായെങ്കിൽ അതിന് എന്താണ് തെറ്റ്? അത് ക്രിമിനൽ ഒഫൻസ് ആണോ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെങ്കിലും പുകച്ചു പുറത്തിയടിക്കാനാണ്. ഇത് മുകേഷ് ഏട്ടനെതിരെയും ചെയ്തിരുന്നു. അന്നും ശക്തമായി ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. ശ്രീ മുകേഷ് MLA ഇതേപോലെ കുടുക്കി പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു. എൽദോസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA
പ്രതിയെ കുടുക്കി പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു. സുരേഷ് ഗോപിയെ തോളിൽ കൈവച്ചു എന്ന് പറഞ്ഞ് അത് ലൈംഗിക സെക്ഷൽ ഒഫൻസ് ആണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു. ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടകളായി ഈ നാട്ടിലെ പുരുഷന്മാർ മാറി. എങ്ങനെയും ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സ്ത്രീപക്ഷ നിയമങ്ങൾ മാറി. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, നാളെ രാഹുൽ ഈശ്വർ, മറ്റന്നാൾ വേറെ ആരെങ്കിലും. ഓർക്കുക, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും നമ്മുടെ വേടനാണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും മുകേഷ് ഏട്ടനാണ് അല്ലെങ്കിൽ ശ്രീ മുകേഷ് ആണെങ്കിലും വേറെ ആര് പറഞ്ഞാലും ഏത് പാർട്ടി ഏതാണെങ്കിലും ദൈവത്തെ ഓർത്ത് ഇത്തരം വ്യാജ പരാതികളിൽ ആൾക്കാരുടെ കരിയറും ജീവിതവും ഇല്ലാതാക്കരുത്. എനിക്ക് ഒറ്റയടിക്ക് ഇനി ഞാൻ ഇടപെടുകയാണ്. രാഹുൽ ഈശ്വർ, എങ്ങനെയാണ് ഒറ്റയടിക്ക് ഇതൊക്കെ വ്യാജ പരാതി എന്ന് പറയാൻ കഴിയുക? ശരിയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഗർഭഛിദ്രം അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരമായ ഗുരുതരമായ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ പാർട്ടി സംവിധാനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ, പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം ആ പദവിയിൽ തുടരുകയാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള തൻ്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സ്ത്രീകളെ ഈ രീതിയിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കിയിരിക്കുന്നത് ആ പാർട്ടി ദുരുപയോഗം, ആ പാർട്ടിയിലെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ടാണ് അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരുന്ന ഒന്നാണോ എന്ന് ചോദിച്ചത്. ഗർഭചിത്രം നടത്താനാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്നതിനെയാണോ ഗർഭചിത്രം എന്ന് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു സ്ത്രീയും തമ്മിൽ ബന്ധമുണ്ടായി. അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രീ മാരിറ്റൽ സെക്സിൽ ഏർപ്പെട്ടു. ചെയ്ത് കാണാം, ഇല്ലെന്ന് പറയുന്നില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡിഫൻസ് ഇങ്ങനെ അല്ല വരേണ്ടത്. ഇത് AI വെച്ച് ജനറേറ്റ് ചെയ്തതല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കിട്ടുന്ന സാധനം ഒറിജിനൽ ആയിരിക്കും. കാര്യം നിങ്ങളുടെ ന്യൂസ് മലയാളവും പ്രമുഖ ചാനലും ഒന്നും വെരിഫൈ ചെയ്യാതെ കൊടുക്കില്ല. ഇതിനെയൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഈ ചാറ്റുകളും ഒന്നും AI ഒന്നും അല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നട്ടൽ നിവർത്തി എന്ന് പറയേണ്ടിയിരുന്നത് എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്നോടോ ആകർഷണമുണ്ടായി, ഞങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടി ഇത്തരം ബന്ധത്തിൽ ഏർപ്പെട്ടു, ഞാൻ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്തിട്ടില്ല, എന്നോട് നിങ്ങൾ സദാചാര പോലീസ് കളിക്കേണ്ട എന്നായിരുന്നു. പകരം ആ പെൺകുട്ടി എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അർത്ഥമല്ല. എല്ലാവർക്കും അറിഞ്ഞൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു? ഇന്നും ഇന്നലെ അല്ലല്ലോ, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഈ ക്യാമ്പയിൻ നടക്കുകയല്ലേ, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്നും അടികൂടി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വറിനെ സ്ലോ പോയിസൺ എന്ന് വിളിച്ചതാണ്. അതായത് ഉത്തരേന്ത്യയിൽ അർണബ് ഗോസ്വാമി പോയിസൺ, കേരളത്തിൽ രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ എന്ന് വിളിച്ചാണ്. എനിക്ക് ഒരു വ്യക്തിപരമായ പ്രതിപത്തിയില്ല, ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമാണ്, സ്ഥിരം അടികൂടുന്നവരാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാന്യത കാണിക്കണം. നമ്മുടെ സഖാക്കൾ ചെയ്യേണ്ടത്, സ്വയം സേവകർ ചെയ്യേണ്ടത്, കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ മീഡിയക്കാരുടെ കൈയടിക്ക് പുറകെ പോകരുത്, ഗാലറിക്ക് വേണ്ടി കളിക്കരുത്. നാളെ നിങ്ങളാകാം, ഞാനാകാം, നമ്മുടെ അച്ഛനാകാം, നമ്മുടെ സഹോദരനാകാം, നമ്മുടെ മകനാകാം ഈ സ്ഥാനത്ത്. നാളെ ഏതൊരു പുരുഷനും വ്യാജ പരാതികളിൽ വേട്ടയാടി താഴെ വീഴുന്നത് നമ്മൾ കാണേണ്ടി വരും. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം വേട്ടയാടി? ഒന്ന് ആലോചിച്ച് നോക്കൂ. സരിതയുടെ കള്ളപ്പരാതിയിൽ എത്ര വർഷം ചാണ്ടി സാറിനെ വേട്ടയാടി? ക്ലിഫ് ഹൗസിൽ നിന്ന് ചില കാര്യങ്ങൾ ചെയ്യിച്ചു എന്ന് മുഖ്യധാരാ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ പോലും വന്നില്ലേ? സരിത പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ എല്ലാ നേതൃത്വവും ഇല്ലാതായി പോകുമായിരുന്നല്ലോ. അപ്പോൾ സരിത പറഞ്ഞത് കള്ളവാന്ന് എല്ലാവരും അറിഞ്ഞില്ലേ? അവസാനം മാധവൻകുട്ടി സാർ, CPM-ന്റെ ഏറ്റവും, അല്ലെങ്കിൽ CPM-നോട് പക്ഷമുള്ള ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞു, എനിക്ക് കുറ്റബോധമുണ്ട്, ഞാൻ ദേശാഭിമാനി ഇരുന്നപ്പോൾ ഞാൻ ഇതിനെതിരെ പറഞ്ഞില്ല എന്നുള്ളത്. ഈ അവസരത്തിൽ നമ്മുടെ സഖാക്കൾ, CPM-കാർ, സ്വയം സേവകർ, RSS BJP-കാർ, കോൺഗ്രസ്സുകാർ, ഗാന്ധിയന്മാർ ഒരുമിച്ച് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിരോധം ഒരുക്കണം. രാഹുൽ തെറ്റുകാരനാണെങ്കിൽ മാത്രമേ ശിക്ഷിക്കാവൂ. ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കേണ്ടത് രാഹുലിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അത് സത്യത്തോട്, ധർമ്മത്തോട്, നീതിയോട്, നമ്മളോട് ചെയ്യുന്ന, നമ്മൾ ഓരോ ആണും നമ്മളോട് ചെയ്യുന്ന കർത്തവ്യമാണ്. ഇല്ലെങ്കിൽ നാളെ നിങ്ങളോ ഞാനോ, ഈ ചർച്ചയിരിക്കുന്ന മറ്റൊരു സുഹൃത്തും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവരോ ആകാം, ഈ ക്യാമറ എടുക്കുന്ന ക്യാമറമാൻ ആകാം, ന്യൂസ് മലയാളത്തിന്റെ ആങ്കർമാരാകാം, നാളെ നമ്മളെ എല്ലാം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഒരു വ്യാജ ആരോപണം ഇല്ലാതാകും. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴും ഗുളിക കഴിച്ച് ഗർഭഛിദ്രത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആ ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ഈ ഓഡിയോ മാത്രമല്ല പുറത്തേക്ക് വന്നിരിക്കുന്നത്, ചാറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അയാളുടെ ഒരു പ്രേരണ വളരെ കൃത്യമായി നമുക്ക് ആ ടെക്സ്റ്റ് മെസ്സേജുകളിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് S. മനോജ് കൂടി ചേരുകയാണ്. അഡ്വക്കേറ്റ് S. മനോജ്, പരാതിയൊന്നുമില്ലല്ലോ എന്നുള്ളതായിരുന്നു ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ പരാതി എത്തിയിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലാണെങ്കിൽ ആരെയും വേട്ടയാടാമല്ലോ, ഇപ്പോൾ താങ്കളടക്കമുള്ളവരെ പോലും വേട്ടയാടാമല്ലോ, CPM ഒരു സദാചാര ആങ്ങള കളിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉയർത്തുന്നത്. അതിനകത്ത് വളരെ വ്യക്തമായി ഇപ്പോൾ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞല്ലോ. പരാതിയില്ല എന്നുള്ള ആരോപണം ഇനിയിപ്പോൾ നിലനിൽക്കില്ല. കാര്യം പരാതി വന്നു കഴിഞ്ഞു. ഇവിടുത്തെ പ്രശ്നം അതല്ല.
ഇവിടെ രാഹുൽ ഈശ്വർ എത്ര തന്നെ ന്യായീകരിച്ചാലും കേരളത്തിലെ പൊതുസമൂഹം ഇതിനെ അംഗീകരിക്കില്ല. അതിൻ്റെ കാരണം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ പുലർത്തേണ്ട ചില ധാർമ്മിക ബോധമുണ്ട്. അതാണല്ലോ ലക്ഷ്മി ആദ്യം തന്നെ ചോദിച്ചല്ലോ, ധാർമ്മികതയെ പറ്റിയാണല്ലോ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ആ ധാർമ്മികത അശേഷമില്ലാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടം. ഇപ്പോൾ വന്നിരിക്കുന്ന കഥകൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പത്രക്ലിപ്പിംഗ് നിങ്ങൾ കാണിച്ചു, അവിടെ മീഡിയ പേഴ്സണൽസിനോട് സംസാരിക്കുന്ന ക്ലിപ്പിംഗ് നിങ്ങൾ കാണിച്ചു. അദ്ദേഹം രാഹുൽ ചോദിക്കുന്ന 2 ചോദ്യമുണ്ട്. ഒന്ന്, നിയമപരമായോ ഭരണഘടനാപരമായോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എനിക്കെതിരെ എന്തെങ്കിലും കേസ് നിലവിലുണ്ടോ, ഞാൻ ഏതെങ്കിലും നിയമലംഘനം നടത്തിയോ എന്നതാണ് രാഹുൽ വളരെ ഗൗരവമായി ചോദിക്കുന്നത്. അത് മനഃപൂർവ്വം അതേ വാദഗതിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നത്. ഇവിടെ നിയമപരമായ ലംഘനത്തേക്കാൾ പ്രധാനം, അല്ലെങ്കിൽ ഭരണഘടനാ ലംഘനത്തിനേക്കാൾ പ്രധാനം, അതുപോലെ തന്നെ പ്രധാനമാണ് പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളുടെ ധാർമ്മികതയുടെ ലംഘനം. ആ ധാർമ്മികതയുടെ ലംഘനം വളരെ വ്യക്തമല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. അദ്ദേഹം വന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമോ വ്യക്തിപരമായ ധാർമ്മികത അദ്ദേഹം പുലർത്തിയിട്ടുണ്ടോ? അദ്ദേഹം KSU അടൂരാണല്ലോ അയാൾ വന്ന ആൾ. അയാൾ അടൂരിലെ KSUവിൻ്റെ ചരിത്രം, അദ്ദേഹം വന്നത് പഴവളം മധു എന്ന് പറയുന്ന നേതാവിൻ്റെ തൊട്ടടുത്ത ആളായിട്ടാണ് അയാൾ രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന് ശേഷം ഈ പഴവളം മധുവിനെ തല്ലി പറഞ്ഞിട്ടാണ് ഇയാൾ പോകുന്നത്. അത് കഴിഞ്ഞ് അയാൾ എന്താ ചെയ്തത്? അയാൾ ചെയ്തത് കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന ഭീഷ്മാചാര്യൻ കോൺഗ്രസ് അവകാശപ്പെടുന്ന K. കരുണാകരൻ എന്ന് പറയുന്ന തലമുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകളായ പത്മജയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു. കേരളത്തിലെ 80 വയസ്സ് കഴിഞ്ഞ മുഖ്യമന്ത്രി, എല്ലാവരും ബഹുമാനിക്കുന്നത്, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ പറയാം, പിണറായി വിജയനോട് അദ്ദേഹം പറഞ്ഞ എന്താ? എടോ പിണറായി വിജയ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടം ചില യോഗങ്ങൾ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നത്. എന്ത് ധാർമ്മികതയാണ് അയാൾ പുലർത്തുന്നത്? അയാൾക്ക് എന്ത് ധാർമ്മികതയെ പറ്റി പറയാൻ? അയാൾക്ക് വേണ്ടി ധാർമ്മികതയെ പറ്റി ആർക്കാണ് അവകാശം? ഇവിടെ ലോകമൊത്തം അംഗീകരിച്ച പൊതിച്ചോറ് വിതരണം ഡിവൈഎഫ്ഐ നടത്തിയ പൊതിച്ചോറ് വിതരണത്തെ അവിടെ നടത്തിയ അനാശാസ പ്രവർത്തനം എന്ന വാദഗതി ഉന്നയിച്ചാണ് രാഹുൽ ചോദിച്ചോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അവരോധിക്കുന്ന പ്രശ്നം. ഞാൻ ഒരു കാര്യം ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി രാഹുൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ അദ്ദേഹം ചോദിച്ചോട്ടെ, എന്താണ് രാഹുൽ ഈശ്വർ ശ്രീ പിണറായി വിജയൻ സഖാവ് കാരണം 5 തവണ ജയിലിൽ പോയ വ്യക്തിയാണ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ അഡ്രസ് ചെയ്യുമ്പോൾ സഖാവ് പിണറായി വിജയൻ സാറെന്നോ ശ്രീ പിണറായി വിജയൻ അവർ എന്നെ അഡ്രസ് ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർഷ്ട്യമാണെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഈ 35 വയസ്സുള്ള പയ്യന്റെ ജീവിതവും കരിയറും ഒരു വ്യാജ ആരോപണത്തിന്റെ പേരിൽ നമ്മൾ അവസാനിപ്പിക്കണോ? നിങ്ങൾ സഖാക്കളും കമ്മ്യൂണിസ്റ്റുകാരും ബാക്കി ഏത് പാർട്ടികളും ഉയർന്ന് ചിന്തിക്കണ്ടേ? നാളെ അല്ലെങ്കിൽ ഇന്നലെ മുകേഷ് ഏട്ടനെതിരെ വന്നത് ഇതേപോലെ കള്ളത്തരമല്ലേ? മുകേഷ് ഏട്ടനെതിരെ വന്നതും ഇതേപോലെ വ്യാജ ആരോപണമാണ്. 12 വർഷം മുമ്പ് മുകേഷ് ഏട്ടനോട് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, എനിക്ക് 10 ലക്ഷം രൂപ തരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വ്യാജ പരാതി കൊടുക്കുമെന്ന്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഏറ്റവും നല്ല സ്റ്റാൻഡാണ് എടുത്തത്. ഒരിക്കലും മുകേഷ് ഏട്ടൻ രാജി വെക്കണ്ടെന്ന് പറഞ്ഞു. സാർ, ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർഷ്ട്യമാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അങ്ങ് കേട്ട് കാണും. എന്നെ സ്ലോ പോയ്സ് എന്ന് വിളിച്ചു. ഞങ്ങൾ രാഹുൽ ഈശ്വർ, ഇതൊരു വ്യാജ ആരോപണമായി ആ പെൺകുട്ടി വ്യാജമായി നടത്തിയ ഒരു വെളിപ്പെടുത്തലായി ഞങ്ങൾ കരുതുന്നില്ല. അഡ്വക്കേറ്റ് എസ് മനോജ്, അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്. മാത്രമല്ല മുകേഷിന്റെ കേസുമായാണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത്. ഏതായാലും അല്ല, മുകേഷിന്റെ കേസുമായി ഇതിനെ ഒരു തരത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയില്ല. മുകേഷിന്റെ കേസ് 16 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ സിനിമാ സംഘടനയിലുണ്ടായ ചില പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാണ്. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് കുറ്റപത്രം അതിന്റെ ഒരു അന്വേഷണ ഘട്ടത്തിലും ആരും ഇടപെട്ടിട്ടില്ല. അത് കോടതിയുടെ തീരുമാനം അന്തിമമായി വരട്ടെ. ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്, രാഹുൽ ഈശ്വർ പറയുന്നത് ഒന്ന് തന്നെയാണ്. എന്താണ്? ഇവിടെ നിയമമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പുലർത്തേണ്ട ധാർമ്മികതയെ പറ്റിയാണ്. ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നല്ലോ. എന്താ അദ്ദേഹം പറയുന്നത്? കുറെ ചാറ്റുകൾ പുറത്തു വന്നല്ലോ. എന്താ അദ്ദേഹം പറയുന്നത്? സീരീസ് ഓഫ് പീഡനങ്ങളുടെ കഥയല്ലേ വരുന്നത്? ഒരാളോടോ 2 പേരോടോ 10 പേരോടുള്ളതാണോ വരുന്നത്? സീരിയസോ ഇനിയും പുറത്തു വരാനുണ്ടെന്നാണ് കേൾക്കുന്നത്. ഒരു സെക്ഷൽ പ്രെഡേറ്ററെ പോലെ പെരുമാറുന്നു, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളാണ് അദ്ദേഹത്തിനെതിരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരാളോടോ 2 പേരോടോ ഒന്നുമല്ല. കഴിഞ്ഞ ദിവസം ഹണി ഭാസ്കർ എന്ന് പറയുന്ന എഴുത്തുകാരി നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട്. ഇതിന് സമാനമായ രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്, അവരോട് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ അവരോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്, മറ്റു കാര്യങ്ങൾക്കായി നിർബന്ധിക്കുന്നു എന്നുള്ള കാര്യം. റിനി പറഞ്ഞ കാര്യവും ഇതിന് സമാനമായ ഒന്നാണ്. അതിലും ഗുരുതരമായ പരാതികൾ പാർട്ടി ഫോറങ്ങളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഒരു മുൻ
മുൻ MP അടക്കം പരാതി കൊടുത്തിട്ടുണ്ട്, ഒരു മുൻ MP-യുടെ മകളടക്കം പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ നമ്മൾ ഈ പരാതികളെല്ലാം തന്നെ കെട്ടിച്ചമച്ചതാണ് എന്ന് വിശ്വസിക്കാത്തത്. അതുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളും എന്ന് പറയുന്നില്ല. എനിക്കിത് കൃത്യമായിട്ട് അറിയാം. അതായത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കുറച്ചു കാലമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കുറച്ചധികം പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളെല്ലാം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇത് എക്സ്പോസ് ചെയ്യണമെന്നോ ഇത് മുമ്പോട്ട് വെക്കണമെന്നോ ആഗ്രഹിച്ചു. അങ്ങനെ കളക്റ്റീവായി ചെയ്തതാണ്. എനിക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ചില മാധ്യമ പ്രവർത്തകരോടും മോശമായി സംസാരിച്ചു എന്ന് ആരോപണം കേട്ടു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഏക താഴ്മയുള്ള അഭ്യർത്ഥന, തെളിവുകൾ നോക്കുക. ഇതൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ മാത്രമാക്കാതിരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കണം. പകരം തെളിവ് ചോദിച്ചാൽ അത് സ്ത്രീ വിരുദ്ധമാണെന്ന് പറയരുത്. നാളെ നിങ്ങൾ ഇങ്ങനെ ഉയർത്തുന്ന വാള് ഏതൊരു ആണിന് നേരെ നീങ്ങാം, ഏതൊരു മനുഷ്യനെതിരെ നീങ്ങാം. വെറുതെ ഒരു ആരോപണം കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് 3 വർഷം മുമ്പ് ടെലിഗ്രാമിൽ അശ്ലീല സംഭാഷണം അയച്ചു എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ അയാൾക്ക് സ്ഥാനം പോകുന്ന അവസ്ഥ എത്തരുത്. ഞാനും ഒരു പെൺകുട്ടി, ഞാൻ എന്നെ വെച്ച് പറയാം, ഞാനും ഒരു പെൺകുട്ടിയും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ട്. ആ പെൺകുട്ടി ഞാനും കുറച്ചു കാലം കഴിച്ച് ചില കാര്യങ്ങൾ കൊണ്ട് സ്പ്ലിറ്റായി. അതിനുശേഷം ഞാൻ അവളെ റേപ്പ് ചെയ്തു എന്നോ അല്ലെങ്കിൽ അവളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊണ്ടുകൊടുത്ത് എന്നെ ജയിലിലാക്കരുത്. ഇത് ഏതൊരു ആണിന് നേരെ നീങ്ങാം. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം, മാതൃകാപരമായി ശിക്ഷിക്കണം. പക്ഷേ തെളിവ് ചോദിച്ചിട്ട് മാത്രമേ ശിക്ഷിക്കാവൂ. തെളിവാണ് പ്രധാനം. ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ ധാർമ്മികത എന്ന പോയിന്റ് യോജിക്കുന്നു. പക്ഷേ ധാർമ്മികതയേക്കാൾ പ്രധാനം ഇവിടെ തെളിവാണ്. ആ തെളിവുണ്ടെങ്കിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടൂ. തെളിവില്ലാതെ ചെയ്യരുത്. കാര്യം എവിഡൻസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കൂടുതൽ പ്രധാനം. ഞാനൊരു റൈറ്റ് വിങ് ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ഞങ്ങൾക്ക് ധാർമ്മികതയാണ് പ്രധാനം. പക്ഷേ ഇടതുപക്ഷക്കാരത് പറയരുത്. ഇടതുപക്ഷക്കാർക്ക് തെളിവും ഭരണഘടനയും എവിഡൻസും ആയിരിക്കണം പ്രധാനം. അപ്പോൾ ധാർമ്മികതയെ കാട്ടി തെളിവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഒരു ഹിന്ദു വലതുപക്ഷക്കാരനായ എൻ്റെ അഭ്യർത്ഥന. രാഹുൽ ഈശ്വർ, അങ്ങനെയല്ല. CPM-നകത്തും ഇത്തരം പരാതികൾ വന്നപ്പോൾ അവരുടെ പാർട്ടി സംവിധാനം അതിൽ അന്വേഷിച്ച് നടപടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നേതാക്കന്മാർക്ക് മുന്നിലേക്ക് പരാതികൾ എത്തി എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി പറഞ്ഞ കാര്യം മാത്രമല്ല, ഈ ഗുരുതരമായ കാര്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഗുരുതരമായ പരാതികളടക്കം പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തി. പക്ഷേ അവർ ആ പരാതിക്ക് മുകളിൽ അടയിരുന്നു. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വരി മാത്രം. VD സതീശൻ സാറിനെ പോലെ ഇന്റഗ്രിറ്റി ഉള്ള ഒരു മനുഷ്യൻ, ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ വരി. VD സതീശൻ സാറിനെ പോലെ ഇന്റഗ്രിറ്റി ഉള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തോട് പല കാര്യങ്ങളും വിയോജിപ്പുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു അച്ഛനെ പോലെ ആ പെൺകുട്ടിയുടെ കൂടെ നിന്ന് ഈ വിഷയം ഇടപെട്ടു. ഒരു പക്ഷേ മോശം ബിഹേവിയർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയോ ശാസിക്കുകയോ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ VD സതീശൻ സാർ ഒരു അച്ഛനെ പോലെ പെരുമാറി എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഒരു ഗ്രേ ഏരിയ ഇല്ലേ? ഏതെങ്കിലും രീതിയിൽ പഞ്ചാര അടിക്കുന്ന മെസ്സേജ് അയച്ചാൽ ഒരാളെ തൂക്കി കൊല്ലാൻ പറയാൻ പറ്റുമോ? ജയിലിൽ പിടിച്ചിടാൻ പറ്റുമോ? അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ലർട്ടേഷ്യസ് മെസ്സേജസ് തെറ്റാണെന്ന് പറഞ്ഞു. നല്ല കാര്യം. അങ്ങനെ VD സജഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീ VD സജഷൻ ചെയ്ത് നല്ല കാര്യമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം. ആർക്കെങ്കിലും അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പ്രത്യേകിച്ച് താങ്കളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അത് അദ്ദേഹം കറക്റ്റ് ചെയ്യണം. പക്ഷേ അദ്ദേഹത്തിന്റെ MLA സ്ഥാനമൊക്കെ എടുത്ത് കളയണമെന്ന് പറഞ്ഞത് ഓവർ സ്റ്റേറ്റിംഗ് ആണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും മുകേഷ് ചേട്ടനാണെങ്കിലും നാളെ സുരേഷ് ഗോപി ആണെങ്കിലും പാർട്ടി അല്ല ഇവിടെ പ്രധാനം, തെളിവുകളാണ് പ്രധാനം. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു നിലപാടെടുക്കണമെന്നുള്ളതാണ് ഒരു പുരുഷ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന. അഡ്വക്കേറ്റ് എസ് മനോജ, അങ്ങനെയാണോ? ഈ തെളിവുകൾ കൃത്യമായി നിരത്തിയാൽ മാത്രമേ ഈ MLA സ്ഥാനം രാജിവെക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആ ആവശ്യമടക്കം ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. അതിലെന്താണ് നിലപാട്? തെളിവിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ എപ്പോഴാണ് പരിഗണിക്കപ്പെടേണ്ടത്? അത് കോടതിയുടെയോ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് വരുമ്പോഴാണ്. ഇന്നാണ് ഒരു പെൺകുട്ടിയുടെ പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ അതിനു മുമ്പ് തന്നെ അവർ പരാതി കൊടുത്തല്ലോ. 9 പരാതി AICCയുടെ ഓഫീസിൽ എത്തിയെന്ന് ലക്ഷ്മി തന്നെ പറഞ്ഞല്ലോ. അത് നാട് മൊത്തം അറിയാമല്ലോ. ഇനിയും പരാതി വരാനിരിക്കുന്നു. അപ്പോൾ ഈ പരാതികൾ ഇന്ന് വരെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുന്നു പറഞ്ഞപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ AICC നേതാക്കന്മാരോ തങ്ങളുടെ കയ്യിൽ കിട്ടിയ പരാതി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ വേണ്ടി പോലീസിനെ അന്വേഷണ ഏജൻസി ഏൽപ്പിക്കാൻ തയ്യാറായില്ലല്ലോ. അവിടെ വെച്ച് ആ പരാതിയിൽ പരിഹാരമില്ലാതെ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? അത് മറ്റ് പൊതുമാർഗങ്ങളിലൂടെ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇരകളായ ആളുകൾ രംഗത്ത് വന്നപ്പോഴോ ഒരു സീരീസ് ഓഫ് പരാതിയാണ് വരുന്നത്. ഒരു പെർവർട്ടഡായ ഒരാളുടെ മുഖമാണ് പുറത്തു വരുന്നത്. ഇത്രയും സെക്ഷലി പെർവർട്ടഡായ ഒരാൾ, അയാളെ ന്യായീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തെറ്റാണ്. 1 അല്ല 2 അല്ല 3 അല്ല 9 ആളുകളുടെ പരാതി വന്ന ഒരാളിനെ പൊതു സമൂഹത്തിലിരുന്ന് ഒരു പൊതു പ്ലാറ്റ്ഫോമിലിരുന്ന് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? അയാൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമല്ലേ?
അയാളുടെ പെർവേർഷൻ മനസ്സിലാക്കണമെങ്കിൽ വാളയാർ ഒരു പെൺകുട്ടിയുടെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അന്ന് അവിടുത്തെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കൂട്ടുന്ന അമ്മയുടെ ദത്തുപുത്രന്റെ വേഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന്. ഏതൊക്കെ വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട്? ഈ വിഷയത്തിൽ CPM MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തില്ല എന്നാണോ? ധാർമ്മികതയുടെ പേരിൽ ഇപ്പോൾ അവിടെ നിന്നും രാജി ചോദിച്ചു വാങ്ങി. കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ രാജി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി MLA സ്ഥാനത്തിന്റെ കാര്യത്തിൽ CPM-ന് ആ ഒരു ക്ലെയിം ഉന്നയിക്കാൻ പറ്റുമോ? CPM-ന് അവർ ക്ലെയിം ഉന്നയിക്കണമോ വേണ്ട എന്നുള്ളതിനല്ല ഇവിടെ പ്രശ്നം. കോൺഗ്രസ് പാർട്ടിയുടെ ധാർമ്മികത എല്ലാ കാലവും പീഡിതർക്കൊപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ധാർമ്മികതയും കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധാർമ്മികതയുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ പുതിയ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലോ പുതിയ BNS നിയമത്തിന്റെ അടിസ്ഥാനത്തിലോ ഉള്ള നിയമപരമായ നാരുകൾ കീറിയുള്ള പരിശോധന നടത്തേണ്ട ഒരു വേദിയല്ല പൊതുസമൂഹം. ആ പൊതുസമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സീരീസ് ഓഫ് സെക്ഷൽ ഒഫൻസസ് അതായത് ലൈംഗിക വൈകൃതങ്ങൾ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതൊരു വൈകൃത മാനസികാവസ്ഥയാണ്. ആ വൈകൃത മാനസികാവസ്ഥയെ ന്യായീകരിക്കുക എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് ചേർന്നതല്ല. അയാളെ മാറ്റി നിർത്തുക വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വമാണ്. കോൺഗ്രസ് നേതൃത്വം അതിനകത്ത് ധാർമ്മികമായി ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ VD സതീശൻ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അതിൽ ഒളിച്ചോടുന്നതല്ല ശരി. അതിനെ നമ്മുടെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ന്യായീകരിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാൻ കഴിയുന്നതല്ല. ശ്രീ മനോജ്, താങ്കൾ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്, CPM പ്രവർത്തകനാണ്. അപ്പോൾ ഇത്തരം പരാതികൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടോ നാട്ടിൽ നിന്നും? ഇല്ല, നാട്ടിൽ നിന്ന് അത്തരത്തിലുള്ള പരാതികൾ ഞങ്ങളുടെ മുന്നിലേക്ക് പ്രത്യേകിച്ച് പരാതികളൊന്നും ആ നിലയ്ക്ക് ഇന്നുവരെ വന്നിട്ടില്ല. പക്ഷേ നാട്ടിൽ നിരവധിയായ ആളുകൾ പല ആരോപണങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മളൊന്നും അതിനൊന്നും പോകുന്ന ജോലിയല്ലല്ലോ നമ്മുടെയൊന്നും. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കിട്ടിയ അവസരമാണ്. പക്ഷേ അങ്ങനെ ഒരു ആരോപണങ്ങൾ വന്നാൽ അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അത് ഏത് പാർട്ടി നേതൃത്വത്തിലേക്ക് എത്തിയാലും. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിപക്ഷത്തെ യുവ MLA-ക്ക് നേരെ അങ്ങനെ ഒരു ആരോപണം CPM നേതാക്കളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ മനോജ്? തീർച്ചയായും അതാണല്ലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഈ പരാതി ആദ്യമായിട്ടാണല്ലോ പോലീസ് മേഖലയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് കിട്ടിയത് എവിടെയാ? VD സതീശന്റെ കയ്യിൽ 9 പരാതി AICC നേതൃത്വത്തിന്റെ കയ്യിൽ. അവരാണത് മുക്കിവെച്ചത്. ഇന്നാണ് പോലീസിൽ നിയമപരമായ പരാതി പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. നിവർത്തിയില്ലാഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? പോലീസിന്റെ മുന്നിലേക്ക് ഒരു പരാതിയുമായി ഒരു സ്ത്രീക്ക് പോകേണ്ടി വരുന്നത്. ഈ പരാതിയെ പൂഴ്ത്തിവെച്ച ആളുകളും കുറ്റവാളികളാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ തന്നെ കുറ്റവാളികളാണ്. രാഹുലിനെതിരായി കൊടുത്ത പരാതികൾ പൂഴ്ത്തിവെച്ച് രാഹുലിനെ സംരക്ഷിച്ചവർ കുറ്റവാളിക്കൊപ്പം നിൽക്കുകയാണ് അവർ ചെയ്യുന്നത്. തീർച്ചയായും രാഹുലിന് സംരക്ഷണം ഒരുക്കിയ കോൺഗ്രസ് നേതൃത്വം അവർ കൂടി ചോദ്യമുനയിൽ ആവുകയാണ് ഈ ഘട്ടത്തിൽ. വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് S മനോജ്, ഒപ്പം രാഹുൽ ഈശ്വർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.